ഹലോ സർ. സർ, ഒരു 53 ക്വസ്റ്റ്യൻസ് ചടപടേന്ന് ചോദിക്കാനാണ് ഞാൻ എത്തിയത് കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവോ? സുഖാണോ? ഫുഡൊക്കെ കഴിച്ചോ? കഴിക്കണം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് പോകും. വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഏതാ? ഇതാണോ? ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മ? ആഘോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞാൽ ആദ്യം പറയുന്നത് ആരോടായിരിക്കും? ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം? ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി താങ്കൾ എന്താണ് ചെയ്യുന്നത്? ആളുകൾ അടുത്തേക്ക് വരുമ്പോൾ എന്താണ് അവരോട് ചോദിക്കുന്നത്? അവരോട് ചോദിച്ചവരും തരില്ല. ഞാനിപ്പോ 50 രൂപ ചോദിച്ചാൽ തരൂ? അങ്ങനെയില്ല, അങ്ങനെയൊന്നും ചോദിക്കാറില്ല. പൊതുവെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയും. ഇപ്പോൾ വീട്ടിലെ ഏറ്റവും വലിയ ആഘോഷം എന്താണ്? ഓരോ നിമിഷം. ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എപ്പോഴാണ്? ഞാൻ പറയുന്നത് മനസ്സിലാക്കാതെ. ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണ്? ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹം ഈ നിമിഷം? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയാനാണ് ആഗ്രഹം. യാത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ? അതെ. യാത്രയിൽ ഇതുവരെ കണ്ട കാഴ്ചകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏത്? എല്ലാ നിമിഷവും. കാരണം ഓരോ കാഴ്ചയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. ഇനിയും പോകാൻ ഇഷ്ടമുള്ള സ്ഥലം? എല്ലാ സ്ഥലങ്ങളും. എൻ്റെ സ്കൂൾ മുതൽ ഇന്ന് വരെയുള്ള എനിക്ക് ഓർമ്മയുള്ള കാലത്തുള്ള എല്ലാ സ്ഥലങ്ങളും. നേരത്തെ എണീക്കുന്ന വ്യക്തിയാണോ? അതിരാവിലെ. എത്ര മണിക്ക്? 4. മേക്കപ്പ് ഇഷ്ടമാണോ? ആവശ്യമാണെങ്കിൽ മാത്രം. മൂർത്തി സാറിനെയാണോ അതോ ക്രിസ് വേണുഗോപാലിനെയാണോ ഇഷ്ടം? രണ്ടും ഒരാളാണ്. ആരുടെ കൂടെ അഭിനയിക്കാനാണ് താല്പര്യം? അഭിനയം താല്പര്യമുള്ള ആൾക്കാരുടെ ആരായാലും. ജനമാറ്റിൻ്റെ കൂടെ ഒരിക്കൽ അഭിനയിച്ചു. സോ ലേൺ ടു ലോട്ട് ഓഫ് സ്റ്റഫ്. അതേപോലെ തന്നെ ഓരോ ആക്ടേഴ്സിനും കൂടെ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പഠിക്കുന്നു എന്നല്ലാതെ. ഇപ്പോൾ തമിഴിൽ പല ആക്ടേഴ്സിനും കൂടെ വർക്ക് ചെയ്യും. ഹൈദരാബാദിലിപ്പോൾ ബാലയാസറിൻ്റെ കൂടെ വർക്ക് ചെയ്യും. സോ ഹാപ്പി. ഇപ്പോൾ വായിക്കുന്ന പുസ്തകം ഏതാണ്? ഇപ്പോൾ വായിക്കുന്നത് വായിക്കാൻ തുടങ്ങിയിട്ടില്ല. നമ്മുടെ മോഹൻജി ഫൗണ്ടേഷനിൽ മോഹൻജിയുടെ ബുക്സാണ്. അതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. താങ്കൾ എഴുതിയ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏത്? ജനിച്ച കുട്ടികളിൽ ഏത് കുട്ടിയോടാണ് കൂടുതൽ സ്നേഹം എന്ന് അമ്മയോട് ചോദിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അച്ഛൻ, അമ്മ, ഞാൻ, കുഞ്ഞുമോൾ, എൻ്റെ മക്കൾ. അവരെയൊക്കെ കുറിച്ച് ഒറ്റ വാക്കിൽ എന്താണ് പറയാനുള്ളത്? എൻ്റെ കുടുംബം. ഡാൻസിനോടാണോ പാട്ടിനോടാണോ കൂടുതൽ താല്പര്യം? പാട്ടിനോട്. ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? കുറേ പേര്. ജിബ്രാൻ മുതൽ ജിന്ദു കൃഷ്ണമൂർത്തി വരെ, പിന്നെ പൗലോ കൊയ്ലോ മുതൽ മേബി ഇഗ്നാസ് ആഷസ് എഴുതിയ ഫ്രാങ്ക് മക്കൗട്ട് വരെ, ഷേക്സ്പിയർ മുതൽ ഇന്ന് പോപ്പുലറായിട്ട് എഴുതുന്ന ആൾക്കാർ വരെ. സ്പെസിഫിക് റൈറ്റേഴ്സ് അല്ല, എനിക്ക് എഴുത്തുകാരെ എല്ലാവരും ഇഷ്ടമാണ്. വേർഡ്സ് വളരെ ഇഷ്ടമാണ്. പാട്ടുകാരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? SPB സാറിന് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ എല്ലാ സിംഗേഴ്സും പാട്ട് പാടാൻ കഴിയുന്ന ആര് പാടുന്നത് എല്ലാവരും ഇഷ്ടം. കുഞ്ഞുമോൾ പാടുന്ന എല്ലാവരും. സ്പോർട്സിൽ ആരെയാണ് ഇഷ്ടം? സ്പോർട്സ് ധോണി. മോഡലിങ്ങും പരസ്യവും ചെയ്യാൻ ഇപ്പോഴും താല്പര്യമുണ്ടോ? ജീവിതത്തിൽ ദിവസവും ചെയ്യുന്ന 3 കാര്യങ്ങൾ? എണീക്കും, ജീവിക്കും, ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കി വാങ്ങുന്നത് എന്താണ്? ഏറ്റവും വില കൂടിയ സാധനം. അഡ്വക്കേറ്റ് ജീവിതത്തിൽ നിന്ന് താങ്കൾ എന്താണ് പഠിച്ചത്? ആൾക്കാർക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. താങ്കളുടെ കല്യാണം വൈറലായപ്പോൾ എന്ത് തോന്നി? കല്യാണം വൈറലായപ്പോൾ എന്ത് തോന്നാൻ? കല്യാണമായിട്ടിരിക്കട്ടെ, അത് വെറുതെ വൈറലാവാമോ? സോഷ്യൽ മീഡിയയിലെ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനാണ് കൂടുതൽ സൗകര്യപ്രദം? എല്ലാം കഷ്ടം തന്നെ, എല്ലാം പഠിച്ചെടുക്കണം. ഞാൻ ട്വിറ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ യൂസ് ചെയ്ത ആളാണ്. ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ യൂസ് ചെയ്തത്, ഓർക്കുട്ട് യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. സോ എല്ലാം യൂസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽറ്റി ഉണ്ട്. അത് ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് വരുമ്പോൾ പിന്നെ നമുക്ക് ഇത് എവിടെയാണ് എന്താണെന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുണ്ടല്ലോ. ടി വിയിലെ ന്യൂസ് കാണാനാണോ അതോ പത്രം വായിക്കാനാണോ ഇഷ്ടം? രണ്ടും
മോശം കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ വലിയതില്ല. ആവശ്യമുണ്ടെങ്കിൽ പത്രം, അല്ലാതെ ടി വി അല്ലെങ്കിൽ യൂട്യൂബ്. അമ്മയുണ്ടാക്കുന്ന വിഭവത്തിൽ ഏതാണ് പ്രിയം? അങ്ങനെ ചോദിച്ചാൽ അമ്മയുടെ ആഹാരം ഏതായാലും അമ്മ പണ്ടുണ്ടാക്കുന്ന ബിരിയാണി, അതിലുള്ള ഫ്രൈഡ് ബ്രെഡ്, പിന്നെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ, എല്ലാം. ഭാര്യ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഏതാണ് പ്രിയം കൂടുതൽ? നീർദോശയും ചട്നിയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് നന്നായിട്ടില്ല. പിന്നെ എനിക്ക് എഗ്ഗിൻ്റെ പല ടൈപ്പ് ഉണ്ടാക്കാറുണ്ട്. എഗ് ടൊമാറ്റോ ഫ്രൈ, അങ്ങനത്തെ ഡിഷസ് എല്ലാം ഉണ്ടാക്കാം. ഒരു പ്രത്യേക കഴിവാണ്. ധൃതിയിൽ ഓടി 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 എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതങ്ങനെ ആ സ്നേഹത്തോട് ചെയ്യുന്നത് കാണുമ്പോൾ നോക്കാൻ ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് കമൻസിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? താങ്ക് യു വെരി മച്ച്. പത്തരമാറ്റ് സീരിയലിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം ആരാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട താരം പത്തരമാറ്റിലെ ബിന്ദുമാ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രണയം തോന്നിയിട്ടുള്ളത് എന്തിനോടാണ് അല്ലെങ്കിൽ ആരോടാണ്? ജീവിതത്തിനോട്, പ്രകൃതിയോട്. ഏറ്റവും ഇഷ്ടമുള്ള കളർ? ചുവപ്പ്, കറുപ്പ്, വെള്ള. ഇന്റർവ്യൂ ചെയ്യാനാണോ ഇഷ്ടം അതോ ഇന്റർവ്യൂവിന് ഇരിക്കുന്നതാണോ ഇഷ്ടം? രണ്ടും ഒരേപോലെ കഴിയും. വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാറ്? Denali Yukon 2 Black XL. ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം? ഇപ്പോൾ ഡോക്ടറേറ്റ് എടുക്കുന്നത് ഇന്ത്യൻ ജൂറിസ്പ്രുഡൻസിലാണ്. ഇന്ന് ലോകം എവിടെ എത്തി നിൽക്കുന്നു എന്നാണ്? നാളെ എത്തുന്നതിന് ഒരുപടി പുറകെ. ഏത് അമ്പലത്തിൽ പോകുമ്പോഴാണ് മനഃശാന്തി കിട്ടുന്നത്? ദൈവമുള്ള അമ്പലത്തിൽ. ഇപ്പോൾ അമ്മയോട് പറയാൻ തോന്നുന്ന കാര്യം? എനിക്ക് അമ്മ ഇഷ്ടമാണ്. ആദ്യമായി ഏത് പരസ്യത്തിലാണ് അഭിനയിച്ചത്? കച്ച് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. ആദ്യമായി ആർക്ക് വേണ്ടിയാണ് ശബ്ദം കൊടുത്തത്? എനിക്ക് വേണ്ടി തന്നെ. ജീവിതത്തിലെ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷം? ഞാൻ ലോ ഡിഗ്രി വാങ്ങിക്കുമ്പോൾ അച്ഛനമ്മയും മുന്നിലുണ്ടായത് നീ ശരിക്കും പഠിച്ച് നീ പാസ്സായില്ലേ എന്ന് ചോദിച്ചത്. യുവനടന്മാരിൽ ആരെയാണ് ഇഷ്ടം? യുവാവ് എന്ന് പറയുമ്പോൾ എത്ര 50 വയസ്സ് വരെ അല്ലേ? അങ്ങനെയും പറയാം. എല്ലാവരും ഇഷ്ടമാണ്. സംവിധായകൻ ആകാൻ താല്പര്യമുണ്ടോ? തീർച്ചയായും. ദിവ്യ ശ്രീധർ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ? പൂർണ്ണത. താങ്കളുടെ അടുത്ത സുഹൃത്ത് ആരാണ്? ദിവ്യ, സൗമ്യ, പുഷ്പ, എൻ്റെ 2 പെങ്ങന്മാരും എൻ്റെ ഭാര്യ. എല്ലാവരും. മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ഉദ്ധരേതാത്മനാത്മാനം നത്മാനം അവസാദേ ആത്മൈവഹി ആത്മനോ ബന്ധുരാത്മൈവഹി. താങ്ക് യു സോ മച്ച്.